ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന ടോപ്പിക്കാണ്. പി എൻ ജംഗ്ഷൻ ഡയോഡ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് പി എൻ ജംഗ്ഷനെ പറ്റിയാണ്. ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും നമ്മൾ അഡ്ജസൻ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യും, ബാരിയർ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതാണ് ആക്ച്വലി ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. അതായത് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും അഡ്ജസൻ്റ് ആയിട്ട് വെച്ചിട്ട് അതിനകത്തുണ്ടാവുന്ന പ്രോപ്പർട്ടീസും ആ മെജോറിറ്റി കാരിയേഴ്സിൻ്റെയും മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയും. അപ്പോൾ ഇനി പി എൻ ജംഗ്ഷനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണി ഡയറക്ഷണൽ ഡിവൈസാണ്. അതായത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം കറണ്ട് ഫ്ലോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യില്ല, പക്ഷെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം കറണ്ട് ഫ്ലോ പെർമിറ്റ് ചെയ്യുന്ന ആളാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ബയാസിങ് ഓഫ് ദി ഡയോഡ്. ആ ഡയോഡിനെ നമ്മൾ ബയാസിങ് ചെയ്യും. ബയാസിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അതിന് സപ്ലൈ കൊടുക്കും, ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുക, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കൊടുക്കുക. അതിനെയാണ് നമ്മൾ ബയാസിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ ഒരു പി എൻ ജംഗ്ഷനെ ബയാസിങ് ചെയ്യുക. ഒന്ന് ഫോർവേഡ് ബയാസിങ്ങും അതേപോലെ തന്നെ രണ്ടാമത്തതാണ് റിവേഴ്സ് ബയാസിങ്ങും. ഫോർവേഡ് ബയാസിങ് അതേപോലെ റിവേഴ്സ് ബയാസിങ്, ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഒരു പി എൻ ജംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബയാസിങ് ചെയ്യുന്നത്. റെഡി? അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ഫോർവേഡ് ബയാസിങ് നോക്കാം. ഫോർവേഡ് ബയാസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി എൻ ജംഗ്ഷൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് പോസിറ്റീവ് ബാറ്ററിയുടെ അല്ലെങ്കിൽ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യുക, എൻ റീജിയനിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഫോർവേഡ് ബയാസിങ് എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യുന്നത് പി സൈഡിലും നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യുന്നത് എൻ സൈഡിലും. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് കറണ്ട് സപ്ലൈ ആണ്. അതായത് ഡി സിയുടെ രണ്ട് പൊളാരിറ്റി, പോസിറ്റീവ് പൊളാരിറ്റിയും നെഗറ്റീവ് പൊളാരിറ്റിയും. പോസിറ്റീവ് പൊളാരിറ്റി നമ്മൾ പി സൈഡ് കണക്ട് ചെയ്യുന്നു, നെഗറ്റീവ് പൊളാരിറ്റി നമ്മൾ എൻ സൈഡിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്നും കൂടെ റീകളക്ട് ചെയ്യാണ്. പി ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് നമുക്ക് ഒരുപാട് ഹോൾസ് ഉണ്ട്. അതാണ് പി ടൈപ്പ് സെമി കണ്ടക്ടറിനകത്തുള്ള മെജോറിറ്റി കാരിയേഴ്സ്. ഇവിടെ ഹോൾസ് മാത്രമല്ല ഉള്ളത്, ഇവിടെ ആരും ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. അതേപോലെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്, അതാണ് മെജോറിറ്റി കാരിയേഴ്സ്. ഹോൾസും അവിടെയുണ്ട്, അത് മൈനോറിറ്റി കാരിയേഴ്സാണ്. ഇനി നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനലിലാണ്. അതായത് ഹോൾസിൻ്റെ ചാർജ് നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തതാണ്, പോസിറ്റീവാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് ഓൾറെഡി നമുക്കറിയാം നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ എപ്പോഴും ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ് ഈച്ച് അതർ എന്ന് പറയുന്ന ബേസിക് പ്രിൻസിപ്പിൾ വെച്ചിട്ട് പി ടൈപ്പ് സെമി കണ്ടക്ടറിനകത്തുള്ള മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എല്ലാം ഈ പോസിറ്റീവ് ടെർമിനലിലേക്ക്, അതായത് ജംഗ്ഷനിൽ പുറത്തേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇലക്ട്രോൺസ് ജംഗ്ഷൻ്റെ പുറത്തേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഹോൾസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ജംഗ്ഷൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇതേപോലെ നെഗറ്റീവ് സൈഡിൽ എൻ സൈഡിനകത്ത് മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ജംഗ്ഷൻ്റെ അടുത്തേക്കും മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് ടെർമിനലിനകത്തേക്കും മൂവ് ചെയ്യും. റെഡി? അപ്പോൾ ഇവിടെയുള്ള ഹോൾസ് എങ്ങോട്ട് അക്യുമുലേറ്റ് ചെയ്യും, ജംഗ്ഷനിലേക്ക് അക്യുമുലേറ്റ് ചെയ്യും. പി സൈഡിലുള്ള ഹോൾസ് ജംഗ്ഷനിലേക്ക് അക്യുമുലേറ്റ് ചെയ്യും. എൻ സൈഡിലുള്ള ഇലക്ട്രോൺസും എങ്ങോട്ട് അക്യുമുലേറ്റ് ചെയ്യും, ഈ ജംഗ്ഷനിനകത്തേക്ക് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ പോസിറ്റീവ് ഹോൾസും ഇലക്ട്രോൺസും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാകും. ആ അട്രാക്ഷൻ നടക്കുന്നതോടുകൂടെ നമ്മളുടെ റിസൾട്ട് ഒരു കറണ്ട് ഫ്ലോ അവിടെ പോസിബിൾ ആകും. കാരണം നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ കുറഞ്ഞു. കാരണം അവിടെ ഒരു ഡിഫ്യൂഷൻ വീണ്ടും നടക്കാനുള്ള സാധ്യത. കാരണം പോസിറ്റീവ് നെഗറ്റീവും അടുത്തടുത്തേക്ക് വരുന്നു, ബാരിയറിൻ്റെ ലെങ്ത് എന്ത് ചെയ്യുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ബാരിയറിൻ്റെ വിടുത്ത്, ലെങ്ത് എന്നല്ല പറയാം, നമ്മൾ വിടുത്ത് എന്നാണ് പറയാം. ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ വിടുത്ത്, അല്ലെങ്കിൽ ബാരിയറിൻ്റെ ജംഗ്ഷൻ്റെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ബാരിയറിൻ്റെ വിടുത്ത് കുറയും. ആ സമയത്ത് ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഫോർവേഡ് ബയാസിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസിങ് കണ്ടീഷനിലാണ് ഒരു സെമി കണ്ടക്ടർ ഡയോഡ് അല്ലെങ്കിൽ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. കാരണം അവിടെ നടക്കുന്ന അട്രാക്ഷൻ കൊണ്ടാണ് ആ കണ്ടക്ഷൻ നടക്കുന്നത്.
ഇനി നമുക്ക് രണ്ടാമത്തെ ബയാസിങ് സിറ്റുവേഷൻ നോക്കാം, റിവേഴ്സ് ബയാസിങ് സിറ്റുവേഷൻ. റിവേഴ്സ് ബയാസിങ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി എൻ ജംഗ്ഷനകത്തേക്ക് പി സൈഡിലേക്ക് നമ്മൾ ഡി സി സോഴ്സിൻ്റെ നെഗറ്റീവ് ടെർമിനലും എൻ സൈഡിലേക്ക് നമ്മൾ പോസിറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യും. റെഡി? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പി സൈഡിൽ ആരാണ് മെജോറിറ്റി കാരിയേഴ്സ്? ഹോൾസ് ആണ്. എൻ സൈഡിൽ ആരാണ് മെജോറിറ്റി കാരിയേഴ്സ്? ഇലക്ട്രോൺസ് ആണ്. പി സൈഡിൽ അപ്പോൾ ആരുണ്ട്? മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. എൻ സൈഡിൽ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ പി എൻ ജംഗ്ഷനിൽ നമ്മൾ ഈ ഡി സി സപ്ലൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ കിട്ടുന്നത് നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മെജോറിറ്റി കാരിയേഴ്സ് ആയിരിക്കും ഈ ടെർമിനലിനകത്തേക്ക് മൂവ് ചെയ്യുക. അതായത് മെജോറിറ്റി കാരിയേഴ്സ് ജംഗ്ഷൻ്റെ അടുത്ത് നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ജംഗ്ഷന് എവേ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ജംഗ്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ജംഗ്ഷനിൽ നിന്ന് വിട്ടു പോയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇവിടെയുള്ള മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസും ജംഗ്ഷനിൽ നിന്നും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആ ബാരിയറിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ ആ ബാരിയറിൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നതോട് കൂടെ ഇവിടെയുള്ള കണ്ടക്ഷൻ എന്ത് ചെയ്യില്ല? പോസിബിൾ ആവില്ല. ഇവിടെയുള്ള കണ്ടക്ഷൻ പോസിബിൾ ആവില്ല. അതാണ് റിവേഴ്സ് ബയാസിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിനകത്ത് നമ്മൾ ഫോർവേഡ് ബയാസിങ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ടെർമിനൽ പി സൈഡിലേക്കും നെഗറ്റീവ് ടെർമിനൽ എൻ സൈഡിലേക്കും കൊടുക്കുന്ന സമയത്ത് ബാരിയറിൻ്റെ വിഡ്ത്ത് ഡിക്രീസ് ചെയ്യുകയും അവിടെ ഒരു കണ്ടക്ഷൻ പോസിബിൾ ആവുകയും ചെയ്യും. അതേ പി എൻ ജംഗ്ഷൻ ഡയോഡിനെ നമ്മൾ റിവേഴ്സ് ബയാസിങ് ചെയ്യുമ്പോൾ, അതായത് പി സൈഡിലേക്ക് നെഗറ്റീവ് ടെർമിനൽ അപ്ലൈ ചെയ്യുന്നു, എൻ സൈഡിലേക്ക് പോസിറ്റീവ് ടെർമിനൽ അപ്ലൈ ചെയ്യുന്നു. ഈ സിറ്റുവേഷനിൽ മെജോറിറ്റി കാരിയേഴ്സ് എല്ലാം ജംഗ്ഷനിൽ നിന്നും പുറത്തേക്ക് മൂവ് ചെയ്യുകയും ആ ബാരിയർ പൊട്ടൻഷ്യൽ കൂടുകയും അല്ലെങ്കിൽ ബാരിയറിനെ വിടുത്ത് കൂടുകയും അത് കാരണം പി എൻ ജംഗ്ഷൻ കണ്ടക്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷനും വരും. അതുകൊണ്ടാണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിനെ നമ്മൾ എന്ത് പറയുന്നത്? യൂണി ഡയറക്ഷണൽ ഡിവൈസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഡൈസി അപ്ലൈ ചെയ്തു, ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും ഇവിടെയുള്ള വോൾട്ടേജും കറണ്ടും നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ മെഷർമെൻറ്റ് വെച്ച് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അതിനെയാണ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഞാൻ ക്യാരക്ടറിസ്റ്റിക്സ് ഡയറക്റ്റ് വരയ്ക്കുകയാണ്. പോസിറ്റീവ്, ഇത് ഫോർവേഡ് ഡയറക്ഷനാണ്. പോസിറ്റീവ് ഡയറക്ഷനിൽ ഈ തരത്തിലുള്ള ഒരു ഗ്രാഫും നെഗറ്റീവ് ഡയറക്ഷനിൽ, ഇത് ഡയറക്റ്റ് എക്സ് ആക്സിസിൻ്റെ മുകളിലാണ്, നെഗറ്റീവ് ഡയറക്ഷനിൽ ഇങ്ങനെയുള്ള ഒരു ഗ്രാഫുമാണ് ഉണ്ടാവുക. കണ്ടക്ട് ചെയ്യില്ല അവിടെ. പക്ഷേ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കറണ്ടിൻ്റെ വാല്യൂ പെട്ടെന്ന് ഒരു കൂടുതൽ കൂടിക്കൊണ്ടിരിക്കും. അത് റിവേഴ്സ് ബയാസിങ്ങിനുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോന്നും എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ബയാസിങ്ങും ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും. ഇത് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ? ഇനി നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരു പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ എത്തിക്കഴിഞ്ഞാൽ റിവേഴ്സ് ബയാസിങ് കണ്ടീഷനിൽ ഒരു പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ എത്തിക്കഴിഞ്ഞാൽ ആ റിവേഴ്സ് ഡയറക്ഷനിൽ റിവേഴ്സ് കറണ്ട് സഡനായിട്ട് ഒരു ഇൻക്രീസ് നടക്കും. ഒരു പെട്ടെന്ന് ഒരു ഇൻക്രീസ് ഉണ്ടാവും. ആ ഇൻക്രീസ് ഉണ്ടാവുന്ന ഈ ഒരു വോൾട്ടേജ് പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് നീ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. നീ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് വരെ ഒരിക്കലും ഒരു ഡയോഡിനെ റിവേഴ്സ് ബയാസിങ് കണ്ടീഷനിൽ കൊണ്ടുപോകാൻ പാടില്ല. ആ സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡയോഡ് എന്താവും? ഡാമേജ് ആവും. അപ്പോൾ റിവേഴ്സ് ബയാസിങ് കണ്ടീഷനിൽ നമുക്ക് ഡയോഡിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീ പൊട്ടൻഷ്യലാണ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. നീ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നതും രണ്ടും ഒന്നാണ്. ക്ലിയർ? ഇനി നമുക്ക് ഡയോഡിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഡയോഡുമായി ബന്ധപ്പെട്ട ഇതിനകത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സായി ബന്ധപ്പെട്ട കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആണ്. കുറച്ച് കറണ്ടുകൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ, അങ്ങനെ പല സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഡയോഡിൻ്റെ സ്പെസിഫിക്കേഷനകത്ത് വരുന്നത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് ഡയോഡിൻ്റെ മെറ്റീരിയലാണ്. ഒന്നാമത്തെ സാധനം മെറ്റീരിയലാണ്. എന്തുകൊണ്ടാണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സെമി കണ്ടക്ടർ യൂസ് ചെയ്തിട്ടാണോ ആ ഡയോഡ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. മെയിനായിട്ട് കട്ട് ഇൻ വോൾട്ടേജ്. എന്താണ് ഈ കട്ട് ഇൻ വോൾട്ടേജ് എന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞതാണ്. കട്ട് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ ആ ബാരിയർ പൊട്ടൻഷ്യലിന് ക്രോസ് ചെയ്തുകൊണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട മിനിമം വോൾട്ടേജിനെയാണ് നമ്മൾ കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് രണ്ട് ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ നമ്മൾ പറഞ്ഞിരുന്നു, ജെർമേനിയവും അതേപോലെ തന്നെ സിലിക്കണും. അതായത് ജെർമേനിയം ഡയോഡ് ആണെങ്കിൽ അവിടെ കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 വോൾട്ടേജും സിലിക്കൺ ആണെങ്കിൽ അത് 0.7 വോൾട്ടേജും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് നമ്മുടെ കട്ട് ഇൻ വോൾട്ടേജ് മാറും. സോ ഡയോഡിൻ്റെ സ്പെസിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്
മെറ്റീരിയൽ ഓഫ് ദി ഡയോഡ്. ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് മാക്സിമം സേഫ് റിവേഴ്സ് വോൾട്ടേജ്. മാക്സിമം സേഫ് റിവേഴ്സ് വോൾട്ടേജ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വോൾട്ടേജ് ആണ്. ഇനി പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് റിവേഴ്സ് ബയാസിങ് കണ്ടീഷനിൽ മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള വോൾട്ടേജിനെയാണ് മാക്സിമം സേഫ് റിവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മേലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയോഡ് എന്താവും, ഡാമേജ് ആവും. അതുകൊണ്ട് തന്നെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അല്ലെങ്കിൽ മാക്സിമം സേഫ് റിവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ഡയോഡിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി മൂന്നാമത്തെ ആളാണ് മാക്സിമം ആവറേജ് ഫോർവേഡ് കറണ്ട്. മാക്സിമം ആവറേജ് ഫോർവേഡ് കറണ്ട്. മാക്സിമം ആവറേജ് ഫോർവേഡ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. അതായത് ഫോർവേഡ് ഡയറക്ഷനിൽ ഡയോഡ് ഡാമേജ് ആവാതെ ഡയോഡിൽ നമുക്ക് അഗെയിൻ അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജിനെയാണ് നമ്മൾ മാക്സിമം ആവറേജ് ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് ഡാമേജ് ഒന്നും ഇല്ലാതെ ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് ആണ് മാക്സിമം ആവറേജ് ഫോർവേഡ്, മാക്സിമം വോൾട്ടേജ് അല്ല, മാക്സിമം കറണ്ട് ആണ് മാക്സിമം ആവറേജ് ഫോർവേഡ് കറണ്ട്. റെഡി? അതായത് ഡാമേജ് ഒന്നും ഇല്ലാതെ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന മാക്സിമം കറണ്ട്, അത്രയേ ഉള്ളൂ. ആ സമയത്തുള്ള വോൾട്ടേജ് ഡ്രോപ്പിനെ പറയുന്ന പേരാണ് ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ്. മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്തുള്ള വോൾട്ടേജിനെ പറയുന്ന പേരാണ് ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ്. ഇത് നാലാമത്തെ സ്പെസിഫിക്കേഷൻ. ഇനി നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. റിവേഴ്സ് ഡയറക്ഷനിൽ നമുക്ക് മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് ആണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുന്ന ഒരു മാക്സിമം കറണ്ട് ഉണ്ടാവുമല്ലോ, ആ കറണ്ടിനെ പറയുന്ന പേരാണ് മാക്സിമം റിവേഴ്സ് കറണ്ട്. ആ കറണ്ടിന് പറയുന്ന പേരാണ് മാക്സിമം റിവേഴ്സ് കറണ്ട്. ഇനി ആറാമത്തെ സ്പെസിഫിക്കേഷനാണ് മാക്സിമം ഫോർവേഡ് സർജ് കറണ്ട്. മാക്സിമം ഫോർവേഡ് സർജ് കറണ്ട്. സർജ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ട് പീരീഡിൽ വരുന്ന ഒരു ഹയർ വാല്യൂ ഓഫ് കറണ്ടിനെയാണ് നമ്മൾ സർജ് കറണ്ട് എന്ന് പറയുക. അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിൽ ഒരു ഡയോഡിന് വളരെ ഷോർട്ട് പീരീഡിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന സർജ് കറണ്ടിൻ്റെ വാല്യൂ പറയുന്ന പേരാണ് മാക്സിമം ഫോർവേഡ് സർജ് കറണ്ട്. ഇനി അവസാനത്തെ സ്പെസിഫിക്കേഷനാണ്, ഏഴാമത്തെ സ്പെസിഫിക്കേഷനാണ് മാക്സിമം ജംഗ്ഷൻ ടെമ്പറേച്ചർ. ഈ 7 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു ഡയോഡിനെ സ്പെസിഫൈ ചെയ്യുന്നത്. മാക്സിമം ജംഗ്ഷൻ ടെമ്പറേച്ചർ, അതായത് ഒരു പി എൻ ജംഗ്ഷനിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് മാക്സിമം ജംഗ്ഷൻ ടെമ്പറേച്ചർ. അപ്പോൾ ഈ 7 കാര്യങ്ങളാണ് നമ്മളൊരു ഡയോഡിനെ സംബന്ധിച്ചിടത്തോളം ഡയോഡിൻ്റെ സ്പെസിഫിക്കേഷനായിട്ട് പറയുന്നത്. ഒന്നാമത്തത് ഡയോഡിൻ്റെ മെറ്റീരിയൽ ഏതാണ്, രണ്ടാമത്തത് റിവേഴ്സ് കണ്ടീഷനിൽ മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സേഫ് വോൾട്ടേജ് എത്രയാണ്, ഫോർവേഡ് ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്യുന്ന മാക്സിമം കറണ്ട് എത്രയാണ്, ആ സമയത്തുള്ള വോൾട്ടേജിനെ മാക്സിമം ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നു. റിവേഴ്സ് കണ്ടീഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ടിനെ അല്ലെങ്കിൽ ആ സമയത്തുള്ള മാക്സിമം കറണ്ടിനെ മാക്സിമം റിവേഴ്സ് കറണ്ട് എന്ന് പറയുന്നു. ഫോർവേഡ് ഡയറക്ഷനിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സർജ് കറണ്ടിനെ മാക്സിമം ഫോർവേഡ് സർജ് കറണ്ട് എന്ന് പറയുന്നു. പി എൻ ജംഗ്ഷന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടെമ്പറേച്ചറിനെ മാക്സിമം ജംഗ്ഷൻ ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയും. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ഡയോഡിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡയോഡ് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡയോഡിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് മെയിൻലി ഡയോഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത്, അതിന് എത്ര പവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്ര കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് ബേസ് ചെയ്തിട്ടാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ആ ഡയോഡിന് എത്ര കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ എത്ര പവർ ആ ഡയോഡിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതാണ് ഒന്നാമത്തെ ബേസ്. അതിൽ ആ തരത്തിൽ ഡയോഡിനെ നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ലോ പവർ ഡയോഡ്, അതേപോലെ തന്നെ മീഡിയം പവർ ഡയോഡ്, ഹൈ പവർ ഡയോഡ്. ലോ പവർ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി മില്ലി വാട്ട്സ് റേഞ്ചിലുള്ള ഡയോഡ്സിനെയാണ് നമ്മൾ ലോ പവർ ഡയോഡ് എന്ന് പറയുന്നത്. ഒരു വാട്ടേജ് ലെവലിൽ പറയുന്ന വാട്ട്സ് ലെവലിൽ പറയുന്ന ഡയോഡ്സിനെയാണ് മീഡിയം വാട്ട്സ് ഡയോഡ്സ് എന്ന് പറയുക. കിലോ വാട്ട് റേഞ്ചിൽ പറയുന്ന ഡയോഡ്സിനെയാണ് നമ്മൾ ഹയർ പവർ ഡയോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര പവർ ആ ഡയോഡിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ലോ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലി വാട്ട് റേഞ്ചാണ്. മീഡിയം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടേജ് റേഞ്ചിലാണ്. ഹയർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോ വാട്ട് റേഞ്ചിലാണ് ഡയോഡിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. ഇനി രണ്ടാമത്തെ ബേസ് ഓഫ് അപ്ലിക്കേഷൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് അപ്ലിക്കേഷൻ. ഏത് അപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയോഡ് യൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. അതിൽ ഒന്നാമത്തതാണ് സിഗ്നൽ ഡയോഡ്. സിഗ്നൽ ഡയോഡ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന ഡയോഡ്സിനെയാണ് നമ്മൾ സിഗ്നൽ ഡയോഡ്സ് എന്ന് പറയുക. കമ്മ്യൂണിക്കേഷൻ
സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്ന ഡയോഡ്സ് ആണ് സിഗ്നൽ ഡയോഡ്സ്. രണ്ടാമത്തതാണ് സ്വിച്ചിങ് ഡയോഡ്സ്. സ്വിച്ചിങ് പർപ്പസിൽ യൂസ് ചെയ്യുന്ന ഡയോഡ്സ് ആണ് സ്വിച്ചിങ് ഡയോഡ്സ്. മൂന്നാമത്തത് റെക്ടിഫയർ ഡയോഡ്. AC to DC റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡയോഡ്സിനെയാണ് നമ്മൾ റെക്ടിഫയർ ഡയോഡ്സ് എന്ന് പറയും. ഇങ്ങനെയാണ് രണ്ടാമത്തെ ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി എങ്ങനെ ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തത് പോയിന്റ് കോണ്ടാക്ട്. ഒരു പർട്ടിക്കുലർ പോയിന്റ് വെച്ചിട്ട് ഒരു പോയിന്റ് മാത്രമേ പിയും എന്നും തമ്മിലുള്ള കോണ്ടാക്ട് ഉള്ളൂവെങ്കിൽ അതിനെയാണ് പോയിന്റ് കോണ്ടാക്ട് ഡയോഡ്സ് എന്ന് പറയുന്നത്. PN ജംഗ്ഷൻ ഡയോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ ഡയോഡ്സ് എന്ന് പറയും. ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പി ടൈപ്പും എൻ ടൈപ്പും ഇങ്ങനെ അടുത്തടുത്ത് വെച്ച് ഒരു ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഡയോഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയും. ഇപ്പോൾ രണ്ട് രീതിയിലാണുള്ളത്, പോയിന്റ് കോണ്ടാക്റ്റും ജംഗ്ഷൻ ഡയോഡ്സും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡയോഡിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി ഡയോഡിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഡയോഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് മാനുഫാക്ചറിങ്ങിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ പറഞ്ഞു ജർമ്മേനിയവും സിലിക്കണുമാണ് അതിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ആക്ച്വലി കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിനെ പാക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ പാക്കിംഗ് ചെയ്തുകൊണ്ട് ഒരു കേസിംഗ് മെറ്റീരിയൽ ഉണ്ടാവും. ആ കേസിംഗ് മെറ്റീരിയൽ ഇതിൻ്റെ പവർ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ പവർ എത്ര, നമ്മൾ ലോ പവർ, മീഡിയം പവർ, ഹൈ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡയോഡുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോന്നിൻ്റെയും പവർ വെച്ചിട്ടാണ് അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽ തീരുമാനിക്കുന്നത്. അതായത് ഒന്നാമത്തത് ലോ പവർ ആണെങ്കിൽ അത് ഗ്ലാസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ കൊണ്ടായിരിക്കും നമ്മുടെ ഡയോഡിൻ്റെ എന്ത് ചെയ്യുന്നത് കവറിങ് ചെയ്തിട്ടുണ്ടാകും. ഒന്നെങ്കിൽ ഗ്ലാസ് ആയിരിക്കും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിരിക്കും. സപ്പോസ് ഇനി ഇതൊരു മീഡിയം പവർ ഡയോഡ് ആണെങ്കിൽ അത് ഒന്നെങ്കിൽ പ്ലാസ്റ്റിക് ആയിരിക്കും അല്ലെങ്കിൽ മെറ്റൽ ആയിരിക്കും. പ്ലാസ്റ്റിക് കേസിംഗ് ആയിരിക്കും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിങ് ആയിരിക്കും, അതല്ലെങ്കിൽ മെറ്റൽ കവറിങ് ആയിരിക്കും. മൂന്നാമത്തത് ഹൈ പവർ ഡയോഡ് ആണെങ്കിൽ അത് ഒന്നെങ്കിൽ മെറ്റൽ ആയിരിക്കും അതല്ലെങ്കിൽ സെറാമിക് ആയിരിക്കും. ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ലോ പവർ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്ന ഡയോഡുകൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഗ്ലാസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ യൂസ് ചെയ്തിട്ടാണ്. മീഡിയം പവർ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മെറ്റലോ യൂസ് ചെയ്തിട്ടാണ്. ഹൈ പവർ യൂസ് ചെയ്യുന്നത് മെറ്റലോ അല്ലെങ്കിൽ സെറാമിക്കോ ആയിരിക്കും. റെഡി? ഇനി ഒരു കാര്യം കൂടിയുണ്ട്, നമുക്ക് ഈ ഡയോഡിൻ്റെ ടെസ്റ്റിംഗ്. ഡയോഡ് നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു? ഡയോഡ് നോർമലി നമുക്ക് ഒന്നെങ്കിൽ ഒരു ഓം മീറ്റർ അല്ലെങ്കിൽ മൾട്ടിമീറ്റർ വെച്ചിങ്ങാണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഒരു ഡയോഡിനെ ഓം മീറ്റർ അല്ലെങ്കിൽ മൾട്ടിമീറ്റർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് ബയാസിങ് സിറ്റുവേഷൻ പറഞ്ഞിരുന്നു, ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോർവേഡ് ബയാസിങ് കണ്ടീഷനിൽ ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. റിവേഴ്സ് ബയാസിങ് കണ്ടീഷനിൽ എന്ന് പറയുന്നത് ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. കാരണം ഫോർവേഡ് ബയാസിങ്ങിൽ അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, റിവേഴ്സ് ബയാസിങ്ങിൽ അത് കണ്ടക്ട് ചെയ്യുന്നില്ല. ഇതാണ് ടെസ്റ്റിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ക്ലിയർ? അപ്പോൾ അത് ഓർത്തിരിക്കുക. ഫോർവേഡ് ബയാസിങ് കണ്ടീഷനിലാകുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഡയോഡിൻ്റെ അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. റിവേഴ്സ് ബയാസിങ്ങിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ആ സമയത്തുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വെരി ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ ഓം മീറ്റർ വെച്ചിട്ട് നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യേണ്ടത്? റെസിസ്റ്റൻസ് ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഡയോഡിൻ്റെ പി റീജിയനിലേക്ക് നമ്മൾ എന്ത് കണക്ട് ചെയ്യണം? പോസിറ്റീവ് കണക്ട് ചെയ്യണം. എൻ റീജിയനിലേക്ക് നെഗറ്റീവ് കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ പോസിറ്റീവും നെഗറ്റീവ് ഫോർവേഡ് ബയാസിങ്ങിലാണെങ്കിൽ അത് ലോ റെസിസ്റ്റൻസ് കാണിക്കും, റിവേഴ്സ് ബയാസിങ്ങിലാണെങ്കിൽ അത് ഹൈ റെസിസ്റ്റൻസ് കാണിക്കും. ഇങ്ങനെയാണ് നോർമൽ വർക്കിംഗ് ഡയോഡിനെ ടെസ്റ്റ് ചെയ്യുന്നത്. സപ്പോസ് രണ്ട് സിറ്റുവേഷനിലും, ഫോർവേഡ് ബയാസിംഗ് സിറ്റുവേഷനിലും റിവേഴ്സ് ബയാസിംഗ് സിറ്റുവേഷനിലും ആ ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് വെരി ഹൈ റെസിസ്റ്റൻസ് കാണിച്ചു എന്ന് വിചാരിക്കുക, വളരെ ഹൈ റെസിസ്റ്റൻസ് കാണിച്ചു എന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മുടെ ഡയോഡ് ഓപ്പൺ കണ്ടീഷനിലാണ്. ഇനി സപ്പോസ് ഈ രണ്ട് ഡയോഡും വെരി ലോ റെസിസ്റ്റൻസ്, രണ്ട് സിറ്റുവേഷനിലും ഡയോഡ് വെരി ലോ റെസിസ്റ്റൻസ് ആണ് കാണിച്ചതെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഡയോഡ് ഷോർട്ട് സർക്യൂട്ടഡ് ആണ്. റെഡി? അപ്പോൾ ഡയോഡ് ഓപ്പൺ ആണോ ഷോർട്ട് ആണോ ടെസ്റ്റ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ. നോർമൽ സിറ്റുവേഷനിൽ ഫോർവേഡ് കണ്ടീഷനിൽ ലോ റെസിസ്റ്റൻസും റിവേഴ്സ് കണ്ടീഷനിൽ ഹൈ റെസിസ്റ്റൻസും വേണം. രണ്ട് കണ്ടീഷനിലും ഹൈ റെസിസ്റ്റൻസ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡയോഡ് ഓപ്പൺ സർക്യൂട്ടഡ് ആണ്. രണ്ട് കണ്ടീഷനിലും ഡയോഡ് വെരി ലോ റെസിസ്റ്റൻസ് കാണിച്ചു കഴിഞ്ഞാൽ അത് ഷോർട്ട് സർക്യൂട്ടഡ് ഡയോഡാണ്. ക്ലിയർ? ഇതാണ് ഡയോഡിൻ്റെ സ്പെസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ഇവിടെ ചോദിച്ചിട്ടുണ്ടാകും, എങ്ങനെ ഒരു ഡൗട്ട് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും, എങ്ങനെയാണ് ഞാൻ ഈ പി ടൈപ്പും എൻ ടൈപ്പും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. പി ടൈപ്പും എൻ ടൈപ്പും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി ഡയോഡിൻ്റെ കാഥോഡ് എൻഡിൽ ഒരു പോസിറ്റീവ് സൈഡായ കാഥോഡ് എൻഡിൽ ഒന്നെങ്കിൽ ഒരു ഡോട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ബാൻഡ് ഉണ്ടാവും. നമ്മൾ റെസിസ്റ്റൻസിലുള്ള പോലെ നമ്മൾ ആ ഡയോഡിൻ്റെ മുകളിൽ ഒരു ബാൻഡ് ഉണ്ടാവും.
അതും അല്ലെങ്കിൽ അവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ടാവും. ഒന്നുകിൽ ഒരു ഡോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബാൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്ലസ് സൈൻ ഉണ്ടാവും. ഇത് വെച്ചിട്ടാണ് ഡയോഡിൻ്റെ കാഥോഡ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയി, ഡയോഡിൻ്റെ സിമ്പൽ. ഇതാണ് ഡയോഡിൻ്റെ സിമ്പൽ. റെഡി? ഇതാണ് കാഥോഡ്, ഇതാണ് ആനോഡ്. ഇത് കാഥോഡ് പോസിറ്റീവ് സൈഡും ഇത് നെഗറ്റീവ് സൈഡും, പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും. ഇത് കാഥോഡാണ്, ഇത് ആനോഡാണ്. റൈറ്റ്? സോറി, പറഞ്ഞു തിരിഞ്ഞു പോയി തോന്നുന്നു. ഇത് ആനോഡാണ്, ഇത് കാഥോഡാണ്. ക്ലിയർ? ഇത് കാഥോഡാണ്, ഇത് ആനോഡാണ്. അതാണ് ഡയോഡിൻ്റെ പറ്റി, അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ ഡയോഡിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ആ റെക്ടിഫയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എന്താണ് റെക്ടിഫയർ എന്നും പല ടൈപ്പ് റെക്ടിഫയേഴ്സും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.